ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 96-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് തേജസ്കരണത്തിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച. സഭ നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി തരുന്ന വേദഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനഭാഗമാണ്. കർത്താവായ യേശു ഉപമകളിലൂടെ പഠിപ്പിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യർക്ക് ഹൃദയസ്ഥമാകുന്ന രീതിയിൽ കൊച്ചു കൊച്ചു ഉപമകളിലൂടെ യേശു സനാതനമായ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ വേദഭാഗത്തുകൂടി വിശുദ്ധ ലൂക്ക ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന സംഭവമാണ് അവതരിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം പാവങ്ങളുടെയും പാപികളുടെയും സുവിശേഷമാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു മുഖ്യ പ്രമേയമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനയുടെ സവിശേഷതകൾ, അവിടെ നാം പാലിക്കേണ്ട പ്രാർത്ഥനയുടെ മനോഭാവം വളരെ വ്യക്തമായ രീതിയിൽ യേശു പഠിപ്പിക്കുന്നതായിട്ട് ലൂക്ക തൻ്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ഹ്രസ്വമാണ്. പക്ഷെ വളരെ ആഴത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു ഉപമയിലൂടെ യേശു തൻ്റെ ശ്രോതാക്കൾക്ക് വിവരിച്ചു കൊടുക്കും. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് നാം ഇപ്രകാരം കാണുന്നു: തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു. ഉപമയ്ക്ക് എപ്പോഴും തൻ്റെ പ്രസംഗത്തിൽ ശ്രോതാക്കളുണ്ട്. അവരുടെ പ്രത്യേകതകളാണ് ഈ ആമുഖ വചനത്തിൽ ലൂക്ക അവതരിപ്പിക്കുക. തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന മനോഭാവം, തങ്ങൾ ശ്രേഷ്ഠനാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവം, അങ്ങനെയുള്ളവരോടാണ് യേശു ഈ ഉപമ പറയുക. മാത്രമല്ല, അവർ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു മനോഭാവവും ഉള്ളവരാണ്. അവർക്ക് തിരുത്ത് എന്ന രീതിയിൽ ലൂക്ക ഈ സുവിശേഷത്തിലൂടെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ അവതരിപ്പിക്കുകയാണ്. അവിടെ ഉപമയിലൂടെ യേശു പറയുന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്ന ഒരു ചുങ്കക്കാരൻ്റെയും ഒരു ഫരീസേയൻ്റെയും ചിത്രമാണ്. ഫരീസേയൻ ആരാണ് എന്ന് നമുക്കറിയാം. യഹൂദ കൂട്ടായ്മയിൽ ദൈവികമായ നിയമങ്ങൾ എല്ലാം മനസ്സിലാക്കി പഠിച്ച് അത് അക്ഷരസ്യ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തത്രപ്പെടുകയും ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതശൈലിയും മനോഭാവവും ഒരിക്കലും ദൈവത്തിന് ഹിതകരമാണ് എന്ന് പറയുവാൻ പറ്റുകയില്ല. ഇപ്രകാരമുള്ള ഫരീസയരും നിയമിതരും സദൂക്കായരും ഇസ്രായേൽ സമൂഹത്തിൽ, യഹൂദ സമൂഹത്തിൽ പ്രത്യേകമായിട്ടും ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൻ്റെ മനോഭാവങ്ങളെ പഠിക്കേണ്ടവരാണ്. അവരെ അവതരിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചുങ്കക്കാരിൽ പാപികളുടെ കൂടെ എണ്ണപ്പെടുന്ന ചുങ്കക്കാരെ ഒരാൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നു. ഇവരെ രണ്ടുപേരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കവും ആ പ്രാർത്ഥനയുടെ മനോഭാവവും വളരെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുക. ആദ്യമായി പരിശുദ്ധമായ ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ഫരിസേയനായ ഒരു വ്യക്തിയാണ്. ഫരീസയൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന് അവൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. എവിടെ നിന്നു എന്ന് പറയുന്നില്ല. പക്ഷേ അടുത്ത വ്യക്തി വന്ന് നിൽക്കുന്ന സ്ഥലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവൻ വന്ന് നിൽക്കുവാൻ സാധ്യത ഈ അതിവിശുദ്ധ സ്ഥലത്തോട് ചേർന്നാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിന് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ തങ്ങളുടെ നിലയുറപ്പിച്ച് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് യേശു അവതരിപ്പിക്കുകയാണ്. ആ ഫരിസേയൻ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു:
ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എല്ലാ പ്രാർത്ഥനയുടെയും വളരെ മനോഹരമായ ഒരു സമാരംഭം. ആ പ്രാർത്ഥന നല്ല രീതിയിൽ അവൻ ആരംഭിച്ചു. കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിന് നന്ദി പറയണം. നന്ദിയും സ്തോത്രവും ഒക്കെ പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് നാം വർഷങ്ങളായി പഠിക്കുന്നുണ്ട്. ഇപ്രകാരം ജെറുസലേം ദേവാലയത്തിൽ കടന്നു വരുന്ന ഈ ഫരിസേയൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പക്ഷേ തുടർന്ന് വരുന്ന ഭാഗം ശ്രദ്ധേയമാണ്. അവൻ പറയുകയാണ്, ഞാൻ അക്രമികളും അനീതി പ്രവർത്തിക്കുന്നവരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയുള്ളവനല്ല. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയുമല്ല. അവൻ തൻ്റെ തന്നെ പ്രത്യേകതകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായീകരിച്ച് തന്നെ അവതരിപ്പിക്കുകയാണ്. അവൻ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അക്രമികളായ മനുഷ്യർ, അനീതി പ്രവർത്തിക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ വ്യഭിചാരികളായ മനുഷ്യർ, ലോകത്തിൽ അന്നത്തെ സമൂഹത്തിൽ തിന്മയായി കണക്കാക്കിയിരുന്ന ഈ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിത ശൈലിയല്ല തനിക്കുള്ളത് എന്ന് ഫരിസേയൻ പറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കാതെ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവനെ കൂടി ചൂണ്ടിക്കാണിച്ച് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല. പിന്നെ അവൻ ആരാണ്? അവിടെയാണ് തുടർന്ന് വരുന്ന ഭാഗം. അവൻ പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നവനാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സമ്പാദ്യത്തിൻ്റെ ദശാംശം കൃത്യമായി കൊടുക്കുന്നവനാണ്. ആദ്യത്തെ ഭാഗത്ത് അവൻ തന്നെ ന്യായീകരിച്ചുകൊണ്ട് തൻ്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെക്കാൾ മിടുക്കനാണെന്ന്, കേമനാണെന്ന് തന്നെ അവതരിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ 1-ാം ഭാഗം അവൻ താരതമ്യപ്പെടുത്തുകയാണ് മറ്റുള്ളവരുമായിട്ട്, അതിൽ ശ്രേഷ്ഠനാണ് അവനെന്ന് അവകാശപ്പെടുന്നു. 2-ാം ഭാഗത്ത് അവൻ ചെയ്യുന്ന സൽപ്രവൃത്തികളെ വിളിച്ചു പറയുകയാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ ഉപവസിക്കണം. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടി വസിക്കുന്ന ഒരു മനോഭാവമാണ്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ സമ്പാദിക്കുന്ന സ്വത്തിൽ ദശാംശം കൃത്യമായി ഞാൻ കൊടുക്കുന്നു. മോശയുടെ നിയമമാണത്. ഈ നിയമം ഞാൻ കൃത്യമായി പാലിക്കുന്നവനാണ്. അവനെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, ഞാൻ ഇപ്രകാരം ചെയ്യുന്നവനാണ്. അതാണ് അവൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. തുടർന്ന് വരുന്ന വ്യക്തിയെ കൂടി യേശു ഈ ഉപമയിലൂടെ അവതരിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, അവിടെ പ്രാർത്ഥിക്കുവാൻ ഇവനോടൊപ്പം കടന്നു വന്ന ചുങ്കക്കാരനാണ്. ചുങ്കക്കാരും പാപികളും എപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ തെറ്റുകാരാണ്, കുറവുള്ളവരാണ്. അവർ ശ്രേഷ്ഠരല്ല യഹൂദ കൂട്ടായ്മയിൽ. ചുങ്കക്കാരിൽ പ്രധാനികളായ മനുഷ്യർ കൂടുതൽ പണം സമ്പാദിക്കുന്നവരാണ്. അവരിൽ ഏറ്റവും പാവപ്പെട്ടവരായ ചുങ്കക്കാർ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരും അനീതി പ്രവർത്തിക്കുന്നവരുമാണ് ചുങ്കക്കാർ പൊതുവിൽ. അങ്ങനെയുള്ളൊരു ചുങ്കക്കാരൻ ആ പരിശുദ്ധമായ ദേവാലയത്തിൽ കടന്നിട്ട് അതിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തോട് അടുത്തു വരുവാൻ പോലും അവൻ അർഹതയില്ല എന്ന് മനസ്സിലാക്കി ദൂരെ നിന്ന് അവൻ മാറത്തടിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്. അവൻ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ യോഗ്യതയില്ലെന്ന് അവൻ മനസ്സിലാക്കി എന്നാണ് സുവിശേഷകൻ പറയുക. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കി അവൻ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. അവൻ്റെ പ്രാർത്ഥന സുദീർഘമല്ല. അവൻ്റെ പ്രാർത്ഥനയിൽ അവന് ന്യായീകരണങ്ങളില്ല. അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ ശ്രേഷ്ഠത പറയുവാൻ അവനില്ല. അവൻ്റെ കുറവുകൾ മാത്രം പറയുവാനാണുള്ളത്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്നു, എനിക്ക് കുറവുള്ളവനാണ്, ഞാൻ നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും യോഗ്യനല്ല, പാപിയായ എന്നിൽ കനിയണമേ. നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്ന ഒരു സോമൻ കാലോസ് കുരിയേലായിസ്തോനുണ്ട്. കുരിയേലായിസ്തോൻ എന്ന് പറഞ്ഞ കർത്താവെ കരുണയായിരിക്കണമേ എന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ അവൻ കരുണയായിരിക്കണമെന്ന് മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാപിയായ എൻ്റെ മേൽ കനിവായിരിക്കണമേ, എൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ, എന്നെ പ്രാർത്ഥനയ്ക്ക് നീ യോഗ്യനാക്കണമേ. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഗ്യത യാചിക്കുന്ന ഒരു ചുങ്കക്കാരൻ. ഇപ്രകാരം അവൻ പ്രാർത്ഥിച്ചു. സുവിശേഷൻ പറയുകയാണ്, യേശുവിൻ്റെ വാക്കുകളായി പറയുകയാണ്, ഈ ചുങ്കക്കാരൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന്. പ്രാർത്ഥനയ്ക്ക് ശേഷം 2 പേരും മടങ്ങിപ്പോവുകയാണ്. അവരിൽ
ചുങ്കക്കാരനായ ഈ വ്യക്തി, പാപിയായ ഈ വ്യക്തി, ഫരിസേയനായ ശ്രേഷ്ഠതയുണ്ടെന്ന് നടിക്കുന്ന ഈ വ്യക്തിയേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി അവൻ സ്വന്തം ഭവനത്തിലേക്ക് പോയി എന്ന് യേശു പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലെ സ്വീകൃതമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിൻ്റെ ഭാവം കൃത്യമായി ഉള്ളതാണ്. ഇവിടെ തുടർന്ന് വരുന്ന ഭാഗത്ത് യേശു സനാതനമായ ഒരു ക്രിസ്തീയ കാര്യം കൂടി പഠിപ്പിക്കുന്നു. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ആദ്യം തന്നെ തന്നെ ഉയർത്തിയവനാണ് ഈ ഫരിസേയനായ വ്യക്തി. അവൻ താഴ്ത്തപ്പെടും എന്ന് യേശു പറയുന്നു. തനിക്ക് ഒന്നുമില്ല, താൻ ഒന്നുമല്ല, പാപിയാണ് എന്നേറ്റു പറയുന്നവനാണ് ചുങ്കക്കാരൻ. തന്നെ തന്നെ വെറുമയാക്കിയവൻ, താഴ്ത്തിയവൻ, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തപ്പെടും എന്നുള്ള സത്യം കൂടി യേശു പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഉപമയുടെ ഭാഗത്ത് ആദ്യമായി നാം കാണുന്ന ഈ ഫരിസേയൻ, അവൻ തന്നെ തന്നെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയപ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തിയപ്പോൾ അവൻ ചെറുതായിപ്പോയി, അവൻ നീതീകരണം ലഭിക്കാത്തവനായിപ്പോയി. എന്നാൽ തന്നെ തന്നെ താഴ്ത്തിയവനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഇല്ലായ്മയും പാപവും ഏറ്റുപറഞ്ഞപ്പോൾ, കനിവായിരിക്കണമെന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ, ദൈവത്തോട് പറഞ്ഞപ്പോൾ, അവൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി. അവൻ തന്നെ തന്നെ താഴ്ത്തിയവനാണ്, അവൻ ഉയർത്തപ്പെട്ടു എന്ന് യേശു പറയുന്നു. സ്നേഹമുള്ളവർ, ഈ സുവിശേഷ ഭാഗം പ്രാർത്ഥനയുടെ യഥാർത്ഥമായ മനോഭാവം നമ്മെ പഠിപ്പിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാചാലതയല്ല പ്രധാനപ്പെട്ടത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് പ്രധാനപ്പെട്ടത്. നാം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടവരല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ഓരോ വ്യക്തിയായിട്ട് കടന്നു വരേണ്ടതാണ്. നമ്മുടെ കുറവുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അംഗീകരിക്കുവാനുള്ള എളിമ നമുക്കുണ്ടാകണം. അങ്ങനെ വന്നാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകൃതമാകും. അതാണ് യേശു പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ മറ്റു ഭാഗത്ത് 14-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഈ പഠിപ്പിക്കൽ നാം കാണുന്നുണ്ട്. അവിടെ ഇതേ രീതിയിൽ തന്നെ വിരുന്നിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരുടെ കാര്യം അവതരിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വിരുന്നുശാലയിൽ തേടിപ്പോകുന്നവരെക്കുറിച്ച് യേശു പറയുന്ന ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്ന ഒരു പാഠമാണിത്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ലൂക്ക അത് ആവർത്തിക്കുകയാണ് ഈ ഉപമയുടെ അവസാന ഭാഗത്ത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീത മധ്യേ ലൂക്ക പറയുന്നുണ്ട്, മാതാവിൻ്റെ വാക്കുകളായിട്ട്, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടു. ദാസിയായ മറിയം പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, തൻ്റെ ദാസിയുടെ താഴ്മ ദൈവം യഹോവ നോക്കിക്കണ്ടു. കർത്താവിൻ്റെ അമ്മയാകുവാൻ അവളെ വിളിച്ചപ്പോൾ, അവളത് ഏറ്റെടുത്തപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രഗീതം പാടുന്നിടത്താണ് ഈ വലിയ സങ്കീർത്തന ഭാഗം അവൾ പറയുന്നത്, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടു ദൈവം. തുടർന്ന് വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിമയുള്ളവരെ ഉയർത്തി. നാം പറയാറുണ്ടല്ലോ, താഴ്ന്ന നിലത്തെ നീരോടൂ എന്ന്. എളിമയുള്ളിടത്താണ് ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടുക. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയും കരുണയും സ്വീകരിക്കണമെങ്കിൽ നാം എളിമയുള്ളവരായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നു. ഈ സുവിശേഷ ഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ, കർത്താവിൻ്റെ ഈ സനാതനമായ പാഠം പഠിപ്പിക്കൽ നമുക്ക് മാതൃകാപരമാണ്. നമ്മുടെ മനോഭാവങ്ങളെ നമുക്ക് മാറ്റിക്കുറിക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവരാകുവാൻ എളിയവരായിത്തീരാം. നാം എളിമയോടെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മെ വലിപ്പമുള്ളവരാക്കി മാറ്റും. നീതീകരണം തന്ന് നമ്മെ രക്ഷിക്കും. ഈ ഒരു വലിയ സത്യം കർത്താവ് പ്രാർത്ഥനയുടെ ഈ ഉപമ പറയുമ്പോൾ ഈ ചുങ്കക്കാരൻ്റെയും ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെയും ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന പേരിലാണ് അറിയപ്പെടുക. പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകമായ മനോഭാവങ്ങളെ അവതരിപ്പിക്കുന്ന സുവിശേഷം. സ്നേഹമുള്ളവരെ, ഈ തേജസ്കരണത്തിൻ്റെ 3-ാം ഞായറാഴ്ച കർത്താവിൻ്റെ തിരുവചനം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ, ഇന്നത്തെ ഈ വേദഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനഭാഗം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ, അതിൻ്റെ വചനവ്യാഖ്യാനങ്ങൾ നാം കേൾക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ ക്രമീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ പ്രാർത്ഥനയുടെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തീയമായ ജീവിതത്തിൽ വളരുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതീകരണം ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.